ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മീഷോ ഹോളാണ് കേട്ടോ. ഞാൻ ഈ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ 200 രൂപയിൽ താഴെയുള്ളൂ. ഒരെണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ 250 സംതിങ് ആയത്. കൂടുതൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലിട്ട് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് നമുക്ക് കിച്ചണിൽ യൂസ്ഫുൾ ആവുന്ന ഒരു കണ്ടെയ്നറാണ്. ഇത് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. അതായത് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ നല്ലതാണ്. എനിക്ക് എന്തായാലും ഇതിൻ്റെ ക്വാളിറ്റി വളരെ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ. ഇത് എത്രയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. എന്തായാലും 100 രൂപയിൽ താഴെ ഉള്ളൂ. ഞാൻ എന്തായാലും എല്ലാത്തിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളതും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു 6 പീസ് കണ്ടെയ്നർ സെറ്റാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കണ്ടെയ്നർ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് അടുക്കളയിൽ തന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാനൊക്കെ നല്ലതായിരിക്കും. പയറ്, കടല അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ. ഇതെന്തായാലും നല്ല മെറ്റീരിയലാണ്. ഇതെനിക്ക് 179 രൂപയ്ക്കാണ് കേട്ടോ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ നല്ലതാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ്. വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് ഒഴിച്ച് വയ്ക്കുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ. ഇതിൻ്റെ അടപ്പ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ അടപ്പ് എങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കൊക്കെ തന്നെയാണ്. ഇതെനിക്ക് കിട്ടിയിട്ടുള്ളത് 82 രൂപയ്ക്ക് എന്തോ ആണ് കേട്ടോ. എന്തായാലും 100 രൂപയിൽ താഴെയാണ് എനിക്കിതായിട്ടുള്ളത്. ഇതെന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ്. ഞാൻ ഒരുപാട് പേരിങ്ങനെ ഹോൾ വീഡിയോയിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ വാങ്ങി നോക്കിയതാണ്. പക്ഷേ സംഭവം എന്തായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നതാ ഈ ഒരു ചോപ്പറാണ് കേട്ടോ. ഇത് ഒരുപാട് വലുത്, അത്യാവശ്യം ഒരു ചെറിയ സൈസ് വരുന്ന ഒരു ചോപ്പറാണ്. ഇതെനിക്ക് 100 രൂപയാണ് കേട്ടോ ഇതായിട്ടുള്ളത്. ഇത് കുഴപ്പമൊന്നുമില്ല, ക്വാളിറ്റിയൊക്കെ ഉണ്ട്. പിന്നെ ബ്ലേഡും വന്നിട്ടുണ്ട്. ടൂത്ത് ബ്രഷൊക്കെ ഇട്ട് വയ്ക്കുന്ന ഒരു പ്ലാസ്റ്റിക്കിൽ വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ കണ്ടു, നമ്മളിങ്ങനെ ബ്രഷൊക്കെ നമ്മൾ ബാത്റൂമിൽ വയ്ക്കുമ്പോൾ ഫ്ലഷ് അടിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ ബാക്ടീരിയസൊക്കെ ഇങ്ങനെ വന്നിരിക്കും. അത് അത്ര നല്ലതല്ലെന്നൊക്കെ ഇങ്ങനെ കണ്ടു. എനിക്കത് എത്രത്തോളം ഇതാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ ഇത് കണ്ടപ്പോൾ ഇത് വാങ്ങി നോക്കിയതാണ് കേട്ടോ. 4 പീസ് വരുന്ന സെറ്റായിരുന്നു. അതിന് എനിക്ക് 72 രൂപയാണ് കേട്ടോ എനിക്കായിട്ടുള്ളത്. ബാക്കി 2 ഞാൻ ബ്രഷ് ഇട്ട് വച്ചിരിക്കണം. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കാത്തത്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ ടൂത്ത് ബ്രഷ് ഹോൾഡർ ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഇതാണ് സംഭവം. കാണാൻ പറ്റുന്നുണ്ടോ? ഇത് നമുക്ക് ബ്രഷ് മാത്രമല്ല, നമുക്കാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു സ്പൂണൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അടുക്കളയിലൊക്കെ ഇങ്ങനെ ഇട്ട് വയ്ക്കാം. ഇത് നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ സ്റ്റിക്കറാണ് വോളിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇത് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ട്, ഇതിൻ്റെ പുറകിലുണ്ട് ഇത് സ്റ്റിക്കറാണ്. ഇത് നമുക്ക് ഒട്ടിച്ചിട്ട് നമുക്ക് വോളിൽ ഫിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് 2 വരുന്നതിന് എനിക്കായിട്ടുള്ളത് 84 രൂപയാണ് കേട്ടോ. ആ ഒരു പ്രൈസിന് കുഴപ്പമൊന്നുമില്ല, നല്ല പ്രൊഡക്റ്റാണ്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ അലമാരയിൽ നമ്മുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ മടക്കി വെക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഒരു ക്ലോത്തിൻ്റെ പോലത്തെ ഇതാണ് കേട്ടോ. ഇതിന് 5 പീസുള്ള ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളത് ഞാൻ ഓൾറെഡി ഡ്രസ്സ് എടുത്ത് അലമാരയിൽ വെച്ചേക്കാണ്. ഞാൻ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. ഇത് അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ട്. ഇതൊരു സിബും വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ സൈഡിൽ. അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. നമുക്ക് കുറച്ചധികം തുണികൾ ഇങ്ങനെ ഇതിനകത്ത് ഇട്ട് വയ്ക്കാൻ പറ്റും കേട്ടോ. തുണികൾ ഇടുമ്പോഴത്തേക്ക് ഇത്രയും നമുക്കിങ്ങനെ ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. അത്യാവശ്യം തുണികളൊക്കെ ഇതിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. നെക്സ്റ്റ് വന്നിട്ട് നമ്മളിതെല്ലാം വാങ്ങിയതിൽ 250 രൂപ ആയ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അത് നമുക്കൊരു ബെഡ്ഷീറ്റാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിന് 2 പില്ലോ കവർ വരുന്നുണ്ട് കേട്ടോ. സൈസ് വാങ്ങിച്ചിട്ടുള്ളത് ക്യൂൺ സൈസാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പില്ലോ കവർ. സീരിയസ്ലി ഗായ്സ്, ഇത് വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇതിൽ വന്നിട്ടുള്ളത്. കോട്ടൺ ആണ് കേട്ടോ ഇത് കഴുകി കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ കയ്യിൽ കിട്ടിയ സംഭവം അടിപൊളിയാണ്. കഴുകിയിട്ടുള്ള റിവ്യൂ ഞാൻ എന്തായാലും വേറൊരു വീഡിയോയിൽ പറയാം കേട്ടോ. ഇതാണ് നമ്മുടെ ബെഡ്ഷീറ്റ് വരുന്നത്. ഞാൻ എന്തായാലും സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. നമ്മൾ ബെഡിൽ വിരിച്ചിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. ഇതിന് എലാസ്റ്റിക് വരുന്നതാണ് കേട്ടോ. 4 സൈഡും എലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ അതാവുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീട്ടിൽ നമ്മൾ എപ്പോൾ ഷീറ്റ് വിരിച്ചാലും അവരിങ്ങനെ കയറി കളിക്കുമ്പോഴത്തേക്കൊക്കെ അതിൽ നിന്ന് ഇങ്ങനെ ഇളക്കി വരും. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. 4 സൈഡും എലാസ്റ്റിക് ഉള്ളത് കൊണ്ട് തന്നെ ബെഡിൽ അങ്ങനെ അങ്ങ് ഇരുന്നോളും. ഞാൻ അങ്ങനെ നോക്കി വാങ്ങിയതാണ് കേട്ടോ. ഇനി നമുക്കിതാ ഈ ഒരു ജിറാഫിൻ്റെ പ്രിൻ്റാണ് കേട്ടോ ഫുള്ള് വരുന്നത്. കണ്ടില്ലേ, ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് അത്യാവശ്യം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. എന്തായാലും എനിക്കിതെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. എല്ലാം വന്നതെല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആണ്. നമ്മൾ വാങ്ങിയ എമൗണ്ടിന് നമുക്ക് എന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.